ഇതുപോലെ സാറ് വേറൊന്ന് ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകളുണ്ടല്ലോ, ഇപ്പം സ്റ്റോക്ക് തട്ടിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഓൺലൈനിലെ അതും ഇതുപോലെ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പോകുന്ന മറ്റൊരു തട്ടിപ്പാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സാമ്പത്തിക എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ചില ആഡ് പോലെ വരും. അത് വരുന്നത് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുണ്ടോ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പണം ഇരട്ടിക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഇരട്ടിക്കാം, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ അട്രാക്റ്റീവ് പാക്കേജ് പോലത്തെ ഒരു ആഡായിരിക്കും വരുന്നത്. അപ്പോൾ ഈ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇത് വരുന്നത്. ഈ മിക്കവാറും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് പല ആളുകളും അടുത്ത ഓഹരിയെ പറ്റിയൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഈ ഇങ്ങനെയൊക്കെ ശകലം പൈസ ഉള്ളവരായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് വരുന്ന മെസ്സേജിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇവർ സെബി അപ്രൂവ്ഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോ ഇതിനകത്ത് കാണിക്കും. അത് പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ആൺകുട്ടിയും പെൺകുട്ടികളും ഒക്കെ ആയിട്ട് അവർ വളരെ ആധികാരികമായിട്ട് പറയും, ഇത് ഇന്ന പോലെ ഒരു സ്കീമാണിത്, ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര രീതിയിൽ ഇത് ഇരട്ടിക്കും. അത് ഭയങ്കര അവർ നമ്മൾക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ഒരു വീഡിയോ ഇതിനകത്ത് ഷെയർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മളെ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് എൻഡോഴ്സ് ചെയ്യും. ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത് കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എനിക്കെല്ലാം ഇത് ലാഭം കിട്ടി, എനിക്ക് ലാഭം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് നോക്കിക്കളയാം. ഇതിൻ്റെ കൂടെ മറ്റൊരു വ്യാപകമായിട്ട് പോകുന്നൊരു തട്ടിപ്പുണ്ട്. അതായത് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്ററുടെ പടം വെച്ചിട്ട് അവർ പറയുന്ന വീഡിയോ ആയിട്ട്, അതായത് നിർമ്മലാ സീതാരാമൻ മാഡം സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏതാണ്ട് 21,000 രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്ന ഒരു മന്ത്ലി വരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ടൊരു വ്യാജ വീഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു വീഡിയോയിൽ മാഡവും സുധാമൂർത്തി, മറ്റേ ഇൻഫോസിസിൻ്റെ സുധാമൂർത്തി, ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള നിൽക്കുന്ന ഒരു വീഡിയോയിൽ ഒരുമിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഇത് ഫേക്കാണെന്നുള്ളത് പലർക്കും അറിയാതെ ഇപ്പോഴും അത് ശരിയാണെന്നുള്ള ധാരണയിൽ അതിൻ്റെ താഴെ പോയി ലിങ്ക് പോയി ക്ലിക്ക് ചെയ്യുന്നവരുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വെച്ച ശേഷം ആ വീഡിയോ കണ്ട് ചിലർ ആദ്യം ഒന്നാമത് പരീക്ഷിക്കാം. ഒരു ചെറിയ എമൗണ്ട്, ഒരു 10,000 രൂപ കൊണ്ട് ഇട്ട് നോക്കും. ഈ 10,000 ഇടുമ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ നമ്മളോട് ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ ഡൗൺലോഡ് ചെയ്യുന്ന ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസ അതിനകത്ത് കാണിക്കും. എന്നിട്ട് അതിൻ്റെ ഗ്രോത്തും കാണിക്കും. നമ്മൾ പറയും നിങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഡെയിലി ഇത് ഭയങ്കര ഇൻക്രീസ് മീനാണ്. 1 വീക്ക് 2 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഈ 10,000 ചിലപ്പോൾ 20,000 ആയിട്ടുണ്ടാവും. ഈ 20,000 നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ 20,000 കിട്ടും. അപ്പോൾ അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു 20 ഇടും. 20 ഇടുമ്പം അടുത്ത തവണ അത് 40 ആയിട്ട് ചിലപ്പോൾ കിട്ടും. ഇങ്ങനെ 40 ഇടുമ്പം 80 കിട്ടും. ഇത്രയാകുമ്പോഴത്തേക്കും ഇയാൾക്കൊരു വിശ്വാസമായി. ഇവരെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി അവർ ഇടുന്ന പൈസ വിഡ്രോ ചെയ്യത്തില്ല, ഇനി അത് കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പോഴാണ് കൂടുതൽ എമൗണ്ട് കിടക്കുന്ന ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, പണയം വെച്ച പൈസ, അതുപോലെ തന്നെ മറ്റ് വസ്തുവിൻ്റെ പൈസ, ഇതെല്ലാം എടുത്ത് വലിയ എമൗണ്ടുകൾ കൊണ്ടുപോയിട്ട് ക്രോർസ്, കേരളത്തിൽ 7.5 കോടി നിക്ഷേപിച്ച ഒരു ഡോക്ടർ ഫാമിലി ഉണ്ട്. ആ 7.5 കോടി കൊടുത്തിട്ടുണ്ട്. ആ 7.5 കോടി രൂപ വരെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടാണ് അവർ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. അതിൽ പല പ്രമുഖ വ്യക്തികളും ഉണ്ട്. നമ്മൾ പ്രത്യേകം പറയുന്നത് ശരിയല്ല. പല ആളുകളും ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരോടെല്ലാം ഇവർ വിഡ്രോ ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ എമൗണ്ട് ആകുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറയും അത് ഇപ്പം വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു മച്യൂരിറ്റി പീരീഡ് കുറച്ചുകൂടെ വേണ്ട. അപ്പം നമ്മൾ പറയില്ല, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, 30% അതിന് ടാക്സ് അടയ്ക്കണം. അപ്പം ചോദിക്കും, അതിനകത്ത് ഡിഡക്ഷൻ പറ്റത്തില്ല, നിങ്ങൾ 30% അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ മൊത്തം കിട്ടുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ നോക്കുമ്പോഴും അയാൾ 1 കോടി ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 3 കോടി രൂപ ഓൾറെഡി ചിലപ്പം കാണിക്കുകയായിരിക്കും. അപ്പോൾ 3 കോടി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് ലാഭമുണ്ട്, 2 കോടി രൂപ ലാഭത്തിൽ നിൽക്കുകയാണ്. അപ്പം 30%, ഒരു 30 ലക്ഷം കൂടെ അയാൾ അതിനകത്തിടുന്നു 1 കോടിക്ക്. അപ്പോൾ ആ 30% ടാക്സ് അടച്ചു കഴിയുമ്പം അവർ പറയുകയാണ്, അല്ലെങ്കിൽ മൊത്തം ഉള്ളതിന് 30% ടാക്സ് അടച്ചു കഴിയുമ്പോഴത്തേക്കും പറയും 2 മണിക്കൂറിനുള്ളിൽ പൈസ വരുന്നു. 2 മണിക്കൂറായിട്ട് പൈസ വരാകുമ്പോൾ മെസ്സേജ് ഇടും, പറയും സോറി, ഇതൊരു കറൻസി കൺവേർഷൻ്റെ പൈസ കൂടെ വേണം, കാരണം ഇത് ഡോളറിലാണ് ഈ നിക്ഷേപം കിടക്കുന്നത്. അപ്പോൾ അതിനൊരു 15% കൺവേർഷൻ ചാർജ് കൊടുക്കും. വീണ്ടും അങ്ങനെ ഒരു 15% കഴിയുമ്പോൾ 2 മണിക്കൂറിന് വരും. പിന്നെ നമ്മൾ വിളിച്ചാലും കിട്ടത്തില്ല, മെസ്സേജ് കിട്ടും. അതായത് ആദ്യം പൈസ പോയവൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും തട്ടിച്ച് പൈസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്.
അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ റെഡ് ഫ്ലാഗ് കണ്ടുപിടിക്കാം. ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ ഒരു നിക്ഷേപവും ഒരു 10%, 12% മുകളിൽ നമുക്ക് ഉറപ്പ് പറഞ്ഞാൽ, ഈ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ SIP ഒക്കെ ചാൻസസ് പറയും. അതായത് അവർ ഒരിക്കലും ഉറപ്പല്ല പറയുന്നത്. ചിലപ്പം നിങ്ങൾക്ക് 15 മുതൽ 20% വരെ കിട്ടാം. പക്ഷെ അവിടെയും അവർ റിസ്ക് ഫാക്ടർ എടുത്ത് പറയുന്നു. ഇവരെ ഒരിക്കലും റിസ്ക് പറയത്തില്ല. നിങ്ങൾക്ക് 30% റിട്ടേൺസ് ഉറപ്പ്, 50% റിട്ടേൺസ് ഉറപ്പ്, 100% റിട്ടേൺസ് ഉറപ്പ് എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങൾ വരുമ്പോഴേ മനസ്സിലാക്കുക തട്ടിപ്പാണ്. കാരണം ഒരു ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു 10% കൂടുതൽ ഉറപ്പ് പറയുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ജെന്യുവൻ ബിസിനസ് വെച്ച് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ബാങ്കിങ് സംവിധാനം RBI ഗൈഡ്ലൈൻസ് അനുസരിച്ച് അതിൽ കൂടുതൽ പലിശ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ പൈസ എടുത്ത് വേറെ അടുത്ത് വരുന്നവരുടെ പൈസ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഓഫറുകളിൽ അസന്നിഗ്ധമായിട്ട് പറയുക, ഇത്ര ഉറപ്പിച്ച് ഇത്ര % പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് മനസ്സിലാക്കും. 2, ഇവർ പറയുന്ന ആപ്ലിക്കേഷനുകൾ യഥാർത്ഥത്തിൽ ജെന്യുവനായിട്ട് ആ കമ്പനിയുടെ ആപ്പാണെന്ന് വെരിഫൈ ചെയ്യണം. പലപ്പോഴും അവർ ലിങ്ക് അയച്ചു തന്നിട്ടായിരിക്കും നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വാട്സപ്പ് വഴിയോ ടെലിഗ്രാം വഴിയോ ഒക്കെ ആയിരിക്കും ഈ പകരം അത് പേരുള്ള കമ്പനി കാണും, സ്റ്റോക്കുള്ള കമ്പനി കാണും. ആ കമ്പനിയുടെ യഥാർത്ഥ സൈറ്റിൽ നമ്മൾ നേരിട്ട് പോയി നോക്കിയാൽ അവരുടെ യഥാർത്ഥ ആപ്പോ അല്ലെങ്കിൽ ഇത് കാണും. ഒരു അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കർ അല്ലാതെ ഒരിക്കലും ഇത്തരം നമ്മൾ പോയി ഏജൻസികളുടെ അടുത്ത് ഈ ആപ്പ് വഴി കൊടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ബാങ്ക് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ടോ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അത് സെബിയുടെ ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്താതെ ഒരിക്കലും വലിയ പൈസകൾ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇവിടെയും പൈസ പോയാൽ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പൈസ വിഡ്രോ ചെയ്യാൻ നേരത്ത് വീണ്ടും ടാക്സ് അടയ്ക്കണമെന്ന് പറയുമ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. അതാദ്യം മനസ്സിലാക്കണം. അങ്ങോട്ട് ടാക്സ് അടച്ചിട്ട് നമുക്ക് പൈസ അവർ ഡിഡക്ട് ചെയ്തിട്ട് നമ്മുടെ പൈസ അവിടെ കിടക്കുമല്ലേ? അങ്ങനെയാണ് അത് ഡിഡക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞല്ലോ. അത് ഡിഡക്ട് ചെയ്യാൻ പറ്റാത്തത് എവിടെയുള്ള സോഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കിയെങ്കിലും കിട്ടുമല്ലോ. അതും തരുന്നില്ല. വീണ്ടും നമ്മുടെ കയ്യിലെ പൈസ വീണ്ടും അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴേ മനസ്സിലാക്കണം അവിടെ അപ്പം തന്നെ പരാതിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. 1930 ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക തുടങ്ങിയതാണ്. ഇതിനും ഒരു അവബോധമാണ്. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസമുള്ളവരും ബാങ്കിങ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ഇതിൽ ഇടപെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ ഒരു കുറച്ച് നമുക്ക് ഏത് കാര്യത്തിനകത്തും ഒരു സൗജന്യം അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ആക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ഒരു ഗ്രീഡിനെ അവർ സൈക്കോളജിക്കലായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ്. പുതിയ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്.